സുഹൃത്തുക്കളെ, താനൂർ നിയോജക മണ്ഡലത്തിലെ നമ്മുടെ ഒഴൂരിൽ പിന്നെ വരുന്ന കോളേജിന് വേണ്ടിയുള്ള സ്ഥലം ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് ആ ഏറ്റെടുക്കുന്ന സ്ഥലത്ത് താമസിക്കുന്നയാളെ പുനരധിവസിപ്പിക്കണം. അത്രയേ ഉള്ളൂ. അതാണ് CPI പറഞ്ഞുകൊണ്ടിരുന്നത്, ഞങ്ങളെല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ പിന്നെ കേരളയിൽ വരുമ്പോഴും അതുപോലെ മറ്റെന്ത് വരുമ്പോഴും ഇപ്പോൾ ഹൈവേ വരുന്ന സമയത്തൊക്കെ ഗോൾഡൻ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ടാണ്, എന്ന് പറഞ്ഞാൽ അത്രയും പണം നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ കൊടുത്തിട്ടാണ് ഇതൊക്കെ പറ്റിയിട്ട് ആളുകളെ മാറ്റുന്നതും ചെയ്യുന്നതൊക്കെ. ഇവിടെയും അത് ചെയ്യാവുന്നതാണ്, ഗവൺമെൻറ്റിന് ചെയ്യാവുന്നതാണ്. ഗവൺമെൻറ്റിന് അതിനു വേണ്ടി പ്രതിജ്ഞാബദ്ധമാണ്. പക്ഷേ ചില ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ പിന്നെ രാഷ്ട്രീയ രംഗത്തെ ചിലർ, ഇവരെല്ലാം കൂടിയാണ് ഇത് പിന്നെ ഈ പാവപ്പെട്ട ഒരു മനുഷ്യൻ്റെ കുടുംബത്തെ പെരുവഴിയിലിറക്കണമെന്ന് പൂർണ്ണമായും തീരുമാനിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ഒരു രാഷ്ട്രീയ മര്യാദയല്ല. തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ അവർക്ക് വേണ്ടി വോട്ട് ചെയ്ത ആളുകളെ പെരുവഴിയിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ എത്ര നെഗറ്റീവാണ് ഇത്തരം കാര്യങ്ങളെന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. എന്തെങ്കിലും ആട്ടെ, ഇപ്പോൾ പിന്നെ ഒരിക്കൽ ഹൈക്കോടതി വിധിച്ചു. ആ ഹൈക്കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ അയാൾക്കൊരു 89 ലക്ഷം രൂപ, എന്നോട് ഉദ്യോഗസ്ഥർ സ്വകാര്യമായി പറഞ്ഞ എന്താ വെച്ചാൽ അയാൾക്ക് 10-20 ലക്ഷം രൂപയോ അയാളുടെ കുടുംബത്തിലൊരാൾക്ക് തൊഴിലോ കൊടുക്കാൻ പറ്റാവുന്ന പ്രൊവിഷനൊക്കെ ഉണ്ട് ഇതിനകത്ത്. പക്ഷേ അവർക്കതിന് കഴിയുന്നില്ല. അവരെ കാലിലാരോ ചങ്ങലയിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഒക്കെ ക്ലിയറാണ്, ഈ നാട്ടിൽ ജനങ്ങൾക്ക് അറിയാം. പിന്നെ കൂടുതൽ പേര് അതിനോടൊപ്പം ഈ സമ്പത്തിനും പിന്നെ അതുപോലെ തന്നെ അധികാരത്തിനും ഒപ്പം നിൽക്കുമ്പോൾ അതാണ് ശരി എന്ന് വിശ്വസിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ തീരുമാനിക്കാൻ ആവാത്ത ചിലരും ഈ നാട്ടിലുണ്ടല്ലോ. ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങൾ, ജനാധിപത്യത്തിൻ്റെ സങ്കേതങ്ങൾ, ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങളെ നിരാകരിക്കുക എന്ന് പറയുന്ന സ്ഥിതി അപ്പോൾ ഇവിടെ നടക്കുന്നു. ജനാധിപത്യത്തിൻ്റെ സങ്കേതം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യുന്നവർ ജയിക്കുമെന്നാണ്. അങ്ങനെ ജയിച്ചു വരുന്നവർ ജനാധിപത്യത്തിൻ്റെ മൂല്യം എന്താണോ അതിനെ നശിപ്പിക്കുക എന്നുള്ള രീതിയിലേക്കാണ് ചില കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ പോകുന്നത്. അത് ഓൾ ഇന്ത്യ ലെവലിലും ഒക്കെ നമ്മൾ കാണുന്നതാണല്ലോ. ഭൂരിപക്ഷം കൊണ്ട് ജയിച്ചു എന്നുള്ളത് കൊണ്ട് ജനങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള രീതിയിലേക്ക് കൈകാര്യം ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതന്നെയാണ് പിന്നെ ഈ സെയ്തലിയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ 4 തൂണുകളിൽ ഒന്ന് ജുഡീഷ്യറിയാണ്. ആ ജുഡീഷ്യറിയിൽ ഇത്തരം കാര്യങ്ങൾക്ക് പിന്നെ പരിഹാരം ഉണ്ടാക്കാൻ സാധാരണക്കാരൻ്റെ ഏറ്റവും അവസാനത്തെ ആശ്രയമാണ് അത്. ഏറ്റവും അവസാനത്തെ ആശ്രയം എന്താ കാരണം വെച്ചാൽ പിന്നെ ജനാധിപത്യ തരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളും അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട ആളുകളും ഉദ്യോഗസ്ഥരും എക്സിക്യൂട്ടീവും ചേർന്ന് ഒരു പാവപ്പെട്ട കുടുംബത്തെ ഉപദ്രവിക്കുമ്പോൾ നമുക്ക് അവസാന ആശ്രയം പിന്നെ യാതൊരു സംശയവുമില്ല അത് എന്താ പറയുക ജുഡീഷ്യറിയാണ്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ജുഡീഷ്യറിയിൽ നിന്ന് കിട്ടുന്ന ഒരു ജുഡീഷ്യറിയിൽ നിന്ന് കിട്ടുന്ന ഒരു ആനുകൂല്യം പോലും അനുവദിക്കില്ല എന്ന രീതിയിലേക്ക് ഈ ജനാധിപത്യത്തിൻ്റെ അപ്പോസ്തലന്മാരെന്ന് പറയുന്ന ചില ആളുകൾ പ്രവർത്തിക്കുന്നത് വളരെ മോശപ്പെട്ട ഒരു പ്രവണതയാണത്. ഒരു കാരണവശാലും ജീവിതാവസാനം വരെ ഇത്തരം അനീതികളെ അനുകൂലിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല ശക്തമായി എതിർക്കുകയും ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഇന്നിപ്പോൾ ഒഴൂർ പഞ്ചായത്തിലെ സെയ്തലവിയുടെ കാര്യത്തിൽ ഗവൺമെൻറ് അവർക്ക് ആനുകൂല്യം നൽകണം എന്ന് ഹൈക്കോടതി വിധിച്ചത്. ഹൈക്കോടതിയുടെ നിയമങ്ങൾ മാത്രമല്ല മനുഷ്യത്വവും കൂടി പരിഗണിച്ചുകൊണ്ടാണ്. പലപ്പോഴും ചിലരൊക്കെ ഇവിടെ പറഞ്ഞു കേട്ടു പിന്നെ സത്യസന്ധമായിട്ടല്ല ഈ കേസ് കൊടുക്കുന്നത്. ഒരു 12 പേരടങ്ങുന്ന ഒരു പാവപ്പെട്ട കുടുംബത്തെ പെരുവഴിയിലിറക്കാൻ പോകുന്നതിൽ നിന്ന് തടയുന്ന പ്രവർത്തനം സത്യസന്ധമല്ല എന്ന് പറയുന്നവർ ഇവരൊക്കെ ആരാണ്? അവരെ സമ്പത്ത് കൊണ്ടോ അധികാരം കൊണ്ടോ ഈ നാടിനെ മുഴുവൻ വിലയ്ക്ക് വാങ്ങാമെന്ന് വിശ്വസിക്കുന്ന ചില എന്താ പറയുക ബുദ്ധി കുറഞ്ഞവർ, അല്പന്മാർ, വിഡ്ഢികൾ എന്ന് തന്നെ ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നത്. അത്രയേ ഉള്ളൂ ആ കാര്യത്തിൽ. അതുകൊണ്ട് ഏതായാലും
ഇനിയും പിന്നെ സെയ്തലവിക്ക് വേണ്ടിയിട്ട് പിന്നെ ജുഡീഷ്യറി നൽകിയിട്ടുള്ള അതിൽ ഇനി കടന്നു കയറരുത്. കാരണം സംസ്ഥാനത്തെ ഏറ്റവും ഉന്നതാധികാര പദവി പോലും ഈ സെയ്തലവിയെ ഒരു പൈസയും കൊടുത്താണ് റോട്ടിലേക്ക് ഇറക്കി വിടണമെന്ന് ഉദ്യോഗസ്ഥ മേധാവിത്വം പറഞ്ഞപ്പോൾ അതൊന്നും അങ്ങനെ പല്ലും നാവും തൊടാതെ വിഴുങ്ങാൻ പറ്റിയവരല്ല ഈ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പലരും എന്ന് ബോധ്യപ്പെടുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനീ പറഞ്ഞത്.